സ്നേഹം കുർബാനയാകാൻ, എന്നിലലിയാൻ ജീവനാകാൻ എൻ ഹൃദയം നൽകുന്നു ഞാൻ. ദേഹം പകുത്തു നൽകി വാസമാകാൻ വചനമേ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് അഖണ്ഡ ആരാധനയുടെ 25ാമത്തെ ദിവസമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഒരു തിരുനാളുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സന്ദർശന തിരുനാളാണ്. പരിശുദ്ധ കന്യാമറിയം ആരെയാണ് സന്ദർശിക്കുന്നത്? വിശുദ്ധ എലിസബത്തിനെ, ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുന്നു. അതിൻ്റെ സാഹചര്യം നമുക്കറിയാം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതിനു ശേഷം ഇളയമ്മ ഗർഭിണിയാണെന്ന് വിവരം കേട്ടപ്പോൾ യൂദയായിലുള്ള മലമ്പ്രദേശത്തേക്ക് ഇളയമ്മയെ സന്ദർശിക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മ അവിടെ ചെന്ന് നിന്നപ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു: മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധ അമ്മ ചെന്ന് നിന്നപ്പോൾ അവിടെ എലിസബത്തിലും ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുകയാണ്. കാരണം എന്താണ്? പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് ദൂതൻ പറഞ്ഞു. നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ പൊതിഞ്ഞു സൂക്ഷിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലായിരുന്നുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം ചെന്നപ്പോൾ തന്നെ വിശുദ്ധ എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവളുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിലേക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ദൈവ സാന്നിധ്യം ഈശോയെ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പോയപ്പോൾ ഇതാണ് സംഭവിച്ചത് എങ്കിൽ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് വിശുദ്ധ കുർബാനയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിലും വരും. നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകും. വിശ്വാസപൂർവ്വം വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാം. നമ്മളെല്ലാവരിലും യേശു സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മ അഭിഷേകമാണ് നിറയുന്നത്. ഇത് കേട്ടിരിക്കെ തന്നെ നിങ്ങളിലേക്കും ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് 3 മാസം പ്രായമായ ഒരു കുഞ്ഞിനെയായിട്ട് വല്യമ്മ വന്നു. ആ കുഞ്ഞിന് നിർത്താതെ കരയുന്ന ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. പക്ഷേ യാതൊരു പ്രശ്നവും കാണാനില്ല. കുഞ്ഞിന്റെ കരച്ചിൽ മാത്രം മാറുന്നില്ല. ആശുപത്രിയിൽ കിടന്നിട്ട് പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നപ്പോൾ അവർ നേരെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ എത്തി. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് സഭയുടെ അധികാരത്തിൽ സഭയുടെ പ്രാർത്ഥനകൾ ചൊല്ലി ആ കുഞ്ഞിന്റെ മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു. എല്ലാവിധ ടെസ്റ്റുകളും നോക്കി, പക്ഷേ യാതൊരു മാറ്റവും ഇല്ലായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിന്മയുടെ ആധിപത്യം മാറി ആ കുഞ്ഞിന്റെ കരച്ചിൽ മാറി. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവസാന്നിധ്യം നമ്മിൽ നിറയുമ്പോൾ ദൈവിക ജീവൻ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രസരിക്കും. ഇത് കേട്ടിരിക്കെ നിങ്ങളിലേക്കും ആ ശക്തി പ്രസരിക്കുന്നുണ്ട്. കാരണം ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ആരാധിച്ചിടാം.
പ്രാർത്ഥിച്ചിടാം.